ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻട്രോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അപ്പോൾ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള വെട്ടം അടിക്കുമ്പോൾ ഗ്ലാസ്സിലൊരു ഒരുമാതിരി ഒരു ബുദ്ധിമുട്ട് കാണുന്ന എനിക്ക് ബുദ്ധിമുട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇൻട്രോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ എൻ്റെ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വർക്കിംഗ് ഡേ എങ്ങനെയായിരിക്കും ഞാൻ ഒരു വ്ളോഗ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു UK ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. UK 9 to 5 ജോബാണ് ഞാൻ ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇപ്പോൾ ഇന്ത്യയും UK തമ്മിൽ 5.5 hours ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ മാർച്ച് ഒരു 29th വരെ ആ ഒരു ടൈം ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് UK ഇന്ത്യയും തമ്മിൽ 4.5 ഡിഫറൻസ് ആയി മാറും. അപ്പോൾ UK 9 to 5 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 1:30 to 10:30 ആണ് എൻ്റെ ഷിഫ്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോലിക്ക് കയറിയതിന് ശേഷം തന്നെ എൻ്റെ ലൈഫിൻ്റെ സൈക്കിളേ മാറി. അതായത് ലഞ്ച് കഴിക്കുന്നത് ഈവനിങ്, ഡിന്നർ കഴിക്കുന്ന നട്ടപ്പാതിരയ്ക്ക്, പിന്നെ ഉറങ്ങുന്നത് ഒരു 2 മണി 3 മണി 2 മണി 3 മണി, ഉറക്കം എഴുന്നേക്കുന്നത് അത്രയും ലേറ്റായിട്ട്. ഇപ്പോൾ ജോലിക്ക് കയറുന്നതിന് മുന്നിൽ കോളേജ് ടൈം, സ്കൂൾ ടൈം വരെ തന്നെ എനിക്കൊരു മാക്സിമം 8:45 അതുവരെയൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ അല്ലാതെ തനിയെ എഴുന്നേറ്റ് പോകും. പക്ഷെ ഇപ്പം എനിക്ക് ഒരു 11:30 വരെയൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ലൈഫേ മാറി സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ ടെക്നോ പാർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കമ്പനിയുടെ പേര്, വർക്കിനെ പറ്റിയൊക്കെ പറയാനായിട്ട് എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ പേഴ്സണലി എനിക്കത് പറയുന്നതിലോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എൻ്റെ ഓഫീസിൽ ചെന്നുള്ള ചെറിയ ചെറിയ ക്ലിപ്പിങ്സും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കമ്പനി ക്യാബ് വരും, ക്യാബിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് കാണാം. ഗൈസ്, ഞാൻ റെഡിയായി, എൻ്റെ ക്യാബ് എത്തിയിട്ടുണ്ട്. ക്യാബിൻ്റെ അകത്ത് കയറിയ പിന്നെ വലിയ സംസാരമൊന്നുമില്ല. ഗൈസ്, അങ്ങനെ ഞാനിന്ന് ഓഫീസിലെത്തി. അപ്പോൾ എനിക്ക് ഓഫീസിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഷ്റൂമാണ്. ഈ വാഷ്റൂമിൽ എല്ലാ വാഷ്റൂം സെയിം ടു സെയിം ആണ്. വാഷ്റൂമാണ് എനിക്ക് കംഫർട്ട് തരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വാഷ്റൂമാണ്. വാഷ്റൂം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ആ ഒരു ഇതൊന്നുമില്ല, ഞാൻ പറയില്ല, ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് ഇതിനുള്ളിൽ. അപ്പോൾ എപ്പോഴും നമ്മളൊരു 1/2 an hour നേരത്തെ ക്യാബ് കൊണ്ട് നമ്മൾ ഇവിടെ ഇറക്കും. അപ്പം ഞാനും ഫെബിനെയും കൂടെ വന്നിരുന്ന് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും കയറുന്നത്. അപ്പോൾ അവളൊന്നും എത്തിയിട്ടില്ല, അവൾ എത്താറായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു ജീൻസും ഷർട്ടും. ഗൈസ്, ഫെബിനെത്തി. ഗൈസ്, അപ്പം നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് സംസാരിക്കാൻ കിട്ടുന്ന ആകെ സമയം എന്ന് പറയുന്നത് ഈ ഒരു 30 minutes ആണ്. പിന്നെ ഇവള് വേറെ ടീമിൽ, ഞാൻ വേറെ ടീമിൽ. പിന്നെ നമ്മൾ ടീംസിൽ അപ്പോഴപ്പോഴും അപ്ഡേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്കിരുന്ന് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ കിട്ടുന്ന ഈ സമയത്താണ്. പിന്നെ നമുക്ക് 7:30 ഒരു ബ്രേക്ക് ഉണ്ട്. എനിക്കും ഇവക്കും കൂടെ ഒരുമിച്ച് 7:30. ചിലപ്പോഴായിരിക്കും നമുക്ക് ഒരുമിച്ച് ബ്രേക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഇവിടെ 6:30 പോകും, ഞാൻ 7:30 ആയിരിക്കും പോകും. അപ്പോൾ നമുക്ക് അപ്പോഴും സംസാരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ടീമിലെ ഗോസിപ്പൊക്കെ പറയുന്നത് ഈ സമയത്ത് ഇരുന്നിട്ടാണ്. അപ്പൊ ഈ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിന്റെ അഭിപ്രായം എന്താണ്? എനിക്കതിനെ പറ്റി പറയാനേ ഉള്ളൂ. ഇവിടെ സത്യം പറഞ്ഞാൽ ഭയങ്കര പാമ്പറിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് എല്ലാം തരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും, നമുക്ക് എല്ലാം കിട്ടുന്നോണ്ട് ഇത് മതിയെന്ന്. പക്ഷെ ഇവിടെ നടക്കുന്നത് കംഫർട്ടബിൾ സ്ലേവറിയാണ്. കംഫർട്ടബിൾ സ്ലേവറിയാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഇതാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. എനിക്ക് ജോലി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ബട്ട് എല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ നമ്മൾ UK ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, അവരുടെ ലഞ്ചിനനുസരിച്ച് നമ്മൾ ലഞ്ച് കഴിക്കണം, അവരുടെ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. എനിക്ക് പിന്നെയും ഒരു 3:30 ലഞ്ച് കഴിക്കാൻ പറ്റും. ഇവൾക്ക് 7:30 ലഞ്ചിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ, 1:30 വന്നിട്ട് ഇവരുടെ ലഞ്ച് ടൈം എന്ന് പറഞ്ഞാൽ 7:30. അപ്പോൾ എനിക്കറിയാം, ഞാനായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഈ ജോലി കളഞ്ഞിട്ട് പോയെന്നറിയാമോ. 7:30 എനിക്ക് പറ്റൂല. വിശപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാത്ത സാധനമാണ്. കയ്യിലുള്ളതുകൊണ്ടാണ് നമുക്ക് തോന്നണം, ഒന്നും ഇല്ലാത്തപ്പോഴാണ് വില മനസ്സിലായത്. അതുകൊണ്ടാണല്ലോ പിടിച്ചു നിൽക്കുന്നത്. ഈ കഷ്ടപ്പെട്ട് നമ്മള് എല്ലാരും വിചാരിക്കും എന്റെ ലൈവിൽ വന്നിട്ട് ഒരാളൊന്നും സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുന്നില്ലേ, എളുപ്പമുള്ള ജോലിയല്ലേ എന്ന്. അത് വന്ന് ഇരുന്ന് നോക്കിയാൽ മതി എത്ര എളുപ്പമാണെന്ന് മനസ്സിലാണ്. 8 hours ത്രൂ
അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്കാണെങ്കിൽ ഇപ്പം എന്താണ് ഇപ്പം 3 ദിവസമായിട്ട് എനിക്ക് ഫുൾ തലവേദന. ജസ്റ്റ് കുറച്ച് നേരം സിസ്റ്റത്തിൽ നോക്കിയാൽ മതി എനിക്ക് തലവേദന. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. വീണ്ടും ഞാനും നല്ല സ്ട്രെയിൻ ചെയ്ത് നോക്കുന്ന പോലെ വണ്ടിയിലൊക്കെ വന്നപ്പോ എനിക്ക് ഫോണിൽ നോക്കുമ്പോഴും വെളിച്ച മുഖത്ത് നല്ല ലൈറ്റിംഗ് ഉള്ള സ്ഥലം. അപ്പൊ ഇനി നമുക്ക് കയറാൻ ടൈമായില്ല. ഇനി കുറച്ച് സംസാരിച്ചിട്ടൊക്കെ കയറാം. അപ്പൊ ബാക്കിയൊക്കെ പിന്നെ കാണിച്ചു തരാം ഗൈസ്. ഇത് നമ്മുടെ ഓക്സിജൻ റൂമാണ്. അതുകൊണ്ട് ഈ പാവം ചെടികളെ പിടിച്ച് ഒരു കൂട്ടിൻ്റെ ഇട്ടിട്ട് ഓക്സിജൻ റൂം എന്ന് പേര് വിട്ടു. പക്ഷേ ഗുഡ് അല്ലേ ഗൈസ്? ഇപ്പം മണി 3:30 ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ 3:30ക്കാണ് എൻ്റെ ഫസ്റ്റ് ബ്രേക്ക് വന്നിട്ട്. ഒറ്റയ്ക്കാണ് ലഞ്ച് കഴിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒറ്റയ്ക്ക് ലഞ്ച് കഴിക്കാനും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനും എല്ലാം ഒറ്റയ്ക്ക് പോയി ചെയ്യാനൊക്കെ പഠിച്ചു. നല്ല വിശപ്പുണ്ട്. വിശന്നിട്ട് പോയി സത്യം പറഞ്ഞാൽ. ജോലി കിട്ടുന്നതിന് മുന്നേ കറക്റ്റ് 1:30ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഞാനാണ് ഈ 3:30ക്ക് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ചോറും അവിയലും അച്ചാറും മീൻ പൊരിച്ചതും മെഴുക്കുവരട്ടിയൊക്കെയാണ് കറി. ഓക്കെ, ഞാൻ വീട്ടിലാണെങ്കിൽ ഇത്ര ചോറൊന്നും കഴിക്കാറില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഇത്രയും കഴിക്കും ഞാൻ. നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ സെൻറ്റ് ആൻഡ്രൂസ് ബീച്ച്. ഇതിപ്പോൾ നല്ല ക്ലിയർ അല്ല. ചില സമയത്ത് നല്ല അടിപൊളിയായിട്ട് ബീച്ചൊക്കെ കാണാൻ പറ്റും. സൺസെറ്റൊക്കെ ഇരുന്ന ഈവനിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഫ്ലോറിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ബാക്കി ബിൽഡിങ്സ് ഒക്കെയാണ്. ഇതിൻ്റെ അകത്തൊക്കെ വേറെ കമ്പനീസൊക്കെ ഉണ്ട്. എൻ്റെ ഈ വ്ളോഗ് ഇപ്പോൾ ആരെങ്കിലും എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും വാഷ്റൂം ക്യാൻറ്റീൻ ഇവിടെ മാത്രമേ ഉള്ളൂ. ഗൈസ്, നമ്മുടെ പ്രൊഡക്ഷൻ ഫ്ലോറിൽ ഫോൺ അലൗഡ് അല്ല. പിന്നെ ഇവള് മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ ഓഫീസിലെന്ന് വിചാരിച്ചാൽ എൻ്റെ ടീമിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ബ്രേക്കിനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണ് ബ്രേക്കിന് പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ എങ്ങനെയൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഇറങ്ങുന്നത്. മാനേജ്മെന്റ് ലിങ്ക് വാങ്ങിച്ചതാണ്. എല്ലാരും വാങ്ങിക്കണം. വിസിറ്റ് ഷെയ്ഡാണ്. അതെ, അടിപൊളി ഷെയ്ഡാണ് ഗൈസ്. അത് ഏത് ഷെയ്ഡെന്ന് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ആ ലിപ്സ്റ്റിക്കിന്റെ മറ്റേ കിട്ടുമെന്ന് പറയാം. ഏത് എന്തോ ഒരു സാധനം ഇല്ലേ, എന്തോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെ. ഇനി നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നത്? ഇനി എൻ്റെ പ്രോട്ടീൻ കഴിക്കാനാണ് പോകുന്നത്. ഇവൾ ഓൾറെഡി കഴിച്ചു. ഞാനിനി എൻ്റെ പ്രോട്ടീൻ കഴിക്കാൻ. ഞാൻ ഇവിടുന്ന് ഒരു 1 വീക്ക് കഴിച്ച് ഇവിടുന്ന് വാങ്ങി കഴിച്ചു. അപ്പോൾ എന്താണ് മുഖത്തേക്ക് ഇത്ര ഉള്ള കുരു വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആയേ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മ എനിക്ക് പാവം ഇപ്പം എനിക്ക് ഡെയിലി അമ്മ എനിക്ക് കടല അവിച്ചത് അല്ലെങ്കിൽ പയറ് മുളപ്പിച്ചതും മുട്ടയൊക്കെ തന്നേക്കും. അപ്പോൾ അത് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അതെ, ബൈ ഗൈസ്. ഇത് നമുക്ക് കമ്പനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് എത്തുന്ന സാധനങ്ങളൊക്കെയാണ്. ഇത് ഓരോ കോർണറിലും വെച്ചിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ്സ് ഓരോ വീക്കും ഇങ്ങനെ മാറി വരും. ഇതിപ്പോൾ തീർന്നു. പിന്നെ ഈ കോഫി, ക്യാപ്പുച്ചീനോ ഇതും നമുക്ക് ഫ്രീ ആണ്. എത്ര വേണമെങ്കിലും എടുക്കാൻ, ലിമിറ്റഡ്. എൻ്റെ പ്രോട്ടീൻ അമ്മ പാവം എനിക്ക് നയിച്ച പ്രോട്ടീനാണിത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് ഒടുക്കത്ത് തണുപ്പാണ്. ഒടുക്കത്ത് തണുപ്പെന്ന് വെച്ചാൽ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന തണുപ്പൊന്നുമല്ല ഇവിടെ. അതുകൊണ്ട് നമ്മളെല്ലാവരും ജാക്കറ്റ് കൊണ്ടിട്ടാണ് വരുന്നത്. രാവിലെ ഞാൻ കാണിക്കാൻ പറഞ്ഞത് എൻ്റെ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഇവരുടെ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഫറ്റേരിയയ്ക്ക് ചില സമയത്ത് ഇങ്ങനെ കിടുകിടാ വിറപ്പിക്കും. അതാണ്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ലൈവിലൊക്കെ വന്ന് ചോദിച്ചു, ടെക്നോ പാർക്കല്ലേ എവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, കമ്പനിയിൽ വേക്കൻസി ഉണ്ടോ? പക്ഷേ അങ്ങനെ ഉള്ളവർ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ പേജ് ഉണ്ട്. അതിലൊരുപാട് കമ്പനീസിൽ ഇത് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന അതുവഴി നമുക്ക് നോക്കാം. അങ്ങനെ പലരും അതുവഴി കണ്ടിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ ആ പേജിലൊക്കെ റെഗുലറായിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് കഴിയും. ഇപ്പം സമയം 7:30, രണ്ടാമത്തെ ബ്രേക്ക് 7:30. ഇത് ജസ്റ്റ് ഒരു ചിന്ന ബ്രേക്ക്. ഇനി മെയിൻ ഡിന്നർ വീട്ടിൽ പോയിട്ടാണ്. ഗൈസ്, എൻ്റെ ടീംമേറ്റിനെ ആരും കണ്ടില്ല എന്നിനി പരാതി പറയണ്ട.
ഒരാളെ കിട്ടിയുള്ളൂ, ബാക്കി ആൾക്കാരെല്ലാം പോയി. അങ്ങനെ എൻ്റെ ഷിഫ്റ്റ് ടൈമിങ് കഴിഞ്ഞു. ഇങ്ങനെ ഇനി ക്യാബ് കണ്ടുപിടിച്ച് ക്യാബിൽ കയറണം. ഇപ്പോഴും ഇതിനുള്ളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഫിക്സഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് 10:30 ഇറങ്ങാം. ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇപ്പോൾ മണി 12 എൻ്റെ വീടും ടെക്നോ പാർക്കും തമ്മിൽ 21 to 22 കിലോമീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഷിഫ്റ്റ് 9 hour ഷിഫ്റ്റാണ്. പിന്നെ ട്രാവലിന് തന്നെ ഒരു 3 മണിക്കൂർ പോകുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂറിൽ 12 മണിക്കൂർ ജോലിക്ക് തന്നെ പോയി. പിന്നെ കിട്ടുന്ന 12 മണിക്കൂറിൽ 8 മണിക്കൂർ ഞാൻ ഉറങ്ങും. എനിക്ക് എന്തായാലും ഒരു 8 മണിക്കൂർ ഉറങ്ങണമെന്ന് എനിക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഞാൻ മാക്സിമം 8 മണിക്കൂറിന് കറക്റ്റ് ഉറങ്ങാൻ നോക്കാറുണ്ട്. പിന്നെ കിട്ടുന്ന 4 മണിക്കൂർ, അതിൽ 2 മണിക്കൂർ ജോലിക്ക് പോകാനും വരാനും അതിൻ്റെ റെഡി ആവുന്നതൊക്കെയാണ്. പിന്നെയുള്ള 2 മണിക്കൂറാണ് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും സമയം എന്ന് പറയുന്നത്. അതിലൊരു 1 മണിക്കൂർ ഞാൻ രാത്രി വന്നിട്ട് ലൈവ് പോവും. ഇപ്പോൾ 12 മണിക്ക് ശേഷം ലൈവ് പോകും. അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് ലൈവ് വരുന്നത്. എൻ്റെ ഷിഫ്റ്റ് ടൈമിങ്ങും അതൊക്കെ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ്. പിന്നെ രാവിലെ എണീറ്റ് ചിലപ്പോൾ 2-3 വീഡിയോസ് റെക്കോർഡ് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ടൈറ്റാണ്. അപ്പം ഞാൻ ഇതൊന്നും കംപ്ലൈൻറ്റ് ചെയ്യുന്നതല്ല. സത്യം പറഞ്ഞാൽ ജോലി ഇല്ലാതിരിക്കുന്നതിനേക്കാളും ജോലി ഉള്ളതിനേക്കാളും ബുദ്ധിമുട്ടാണ് ജോലി ഇല്ലാതിരിക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊക്കെയാണ് റിയാലിറ്റി എന്ന് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പിന്നെ എല്ലാ കോർപ്പറേറ്റിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നത്. ഞാൻ ഫ്രഷർ ആയതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ എല്ലാ കമ്പനീസിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ജോലിക്ക് കയറിയതിന് ശേഷമാണ് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്തിന് ചോറ് കഴിക്കുക, വൈകിട്ടൊരു ചായ കുടിക്കുക, കറക്റ്റ് സമയത്തിന് ഉറങ്ങുക, ഇതൊന്നും ചെറിയ കാര്യമല്ല, വലിയ കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് പറ്റാതാവുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ മനസ്സിലായത് എല്ലാവരും എന്തുകൊണ്ടാണ് PSCയും SSCയുടെയൊക്കെ പിറകെ പോകുന്നതെന്നുള്ളത്. അതെനിക്കിപ്പോൾ നല്ല മനസ്സിലായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നല്ല ടയേർഡാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.